ഭരണമാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഒരു നല്ല ഭരണം കഴിഞ്ഞാൽ ഒരു ദുർഭരണം, പിന്നെ ഒരു ഭരണമൊന്നും കുഴപ്പമില്ല. പദ്ധതികൾ, ഒപ്പം സാധാരണക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാമാണ് വന്നത്. അപ്പൊ ഇതിനാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവർ പറയുന്നത് ഭരണമൊന്നും കുഴപ്പമില്ല, നല്ല ഭരണമാണ്. അപ്പൊ എനിക്കുള്ള സംശയം, ഒരു നല്ല ഭരണം നടന്നാൽ പിന്നെ ഒരു ദുർഭരണം വരണം എന്നെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? തുടർച്ചയായി നല്ല ഭരണം പാടില്ല എന്നെവിടെങ്കിലും ഉണ്ടോ? തുടർച്ചയായി നല്ല ഭരണമാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഒരു നല്ല ഭരണം കഴിഞ്ഞാൽ ഒരു ദുർഭരണം, പിന്നെ ഒരു സദ്ഭരണം, പിന്നെ ഒരു ദുർഭരണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും വേണമെന്ന് ജനാധിപത്യത്തിൽ വാശി പിടിക്കണ്ട. എല്ലായ്പ്പോഴും സദ്ഭരണമാവട്ടെ. പവർ കട്ടിന്റെ കാലം വേണ്ട, നിയമന നിരോധന ഉത്തരവിന്റെ കാലം വേണ്ട, പെൻഷൻ മുടങ്ങുന്ന കാലം വേണ്ട, ട്രഷറി പൂട്ടുന്ന കാലം വേണ്ട, റോഡിൽ കുണ്ടും കുഴിയുമായി ആളുകളുടെ നടുവൊടിയുന്ന കാലം വേണ്ട, വർഗീയ കലാപങ്ങൾ മനുഷ്യന്റെ സ്വൈരജീവിതം തകർക്കുന്ന കാലം വേണ്ട. നല്ല കാലം മായാതെ തുടരട്ടെ എന്നേ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കൂ. സത്യത്തിൽ ഇതിൽ ഞാൻ മറുപടി പറയേണ്ട അല്ലെ പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് അവരുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. അവരുടെ ഇടയിലുള്ള പ്രശ്നമൊന്നും സത്യത്തിൽ പുറത്തു പറയാൻ പറ്റുന്നതല്ല, നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്തതൊക്കെ അന്ന് ഓണായിരുന്ന മൈക്കുകളുടെ മുമ്പിൽ നമ്മൾ കേട്ടതാണ്. അതാണ് അന്തരീക്ഷം. അപ്പൊ അത് അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. പക്ഷെ കുറച്ച് നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാൻ കേട്ടത് ഇത് CPM-ന്റെ തലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു കത്തില്ല, ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കിയതാണ്, എന്നിട്ട് CPM-നെ ആക്രമിക്കുക. ഇത് എന്തൊരു മാനസികാവസ്ഥയാണ്? കത്തെഴുതലാണോ നമ്മുടെ പണി? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ എന്തൊക്കെ പണിയുണ്ട്? ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മുൻ KPCC പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വിളിച്ചു സംസാരിച്ചു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല. പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വീണ്ടും മുൻ KPCC പ്രസിഡന്റിനെ വിളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞു? എന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ തന്നെ ഇട്ടതാണ്. പറഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ അനുഭവം. അപ്പൊ ഇദ്ദേഹം ഇന്ന് പറയാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. എഴുതിയോ എഴുതിയില്ലേ അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എന്തിനാണ് CPM-ന്റെ തലയിലിടുന്നത്? എന്നാൽ മുൻ KPCC പ്രസിഡന്റ് പറയുന്നു കത്ത് വ്യാജമല്ല. ഇല്ലേ? കത്തുണ്ട്, അതിനെക്കുറിച്ച് DGP-ക്ക് പരാതി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കിടയിലെ വിഴുപ്പാണ്ടങ്ങൾ ദയവായി നിങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കുന്നത്. ഞങ്ങളുടെ തല നിങ്ങൾ വിഴുപ്പാണ്ടം പേറാനുള്ളതല്ല. നിങ്ങൾ തമ്മിൽ തീർത്തോളുക. അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല, അതില് ഒരു വീടിന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ പറയുന്നത് എന്താണ്? അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, വേറെ ആരോ ഒരു ഏജൻസിയാണ്. ഇദ്ദേഹം തറക്കല്ലിട്ടതാണ്. ഒരു നാടാകെ തകർന്നു പോയ ഒരു ഘട്ടത്തിൽ ഒരു MLA-യുടെ ഉത്തരവാദിത്വം എന്താ? ഇങ്ങനെ സഹായിക്കാൻ വരുന്ന പലരെയും കൂട്ടിയോജിപ്പിക്കലും ആ പ്രവർത്തനം സമയബന്ധിതമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കലും വല്ല വിധേനയും അത് മുടങ്ങിപ്പോയാൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി സഹായിക്കലും ഒക്കെ അല്ലേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം? ആ കുട്ടിയാണെങ്കിൽ സമാനതകളില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നൊരു കുട്ടിയല്ലേ? അപ്പൊ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ടതല്ലേ? അതിന് പകരം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് വഞ്ചനയല്ലേ? അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ വയനാടിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ. വയനാട് ഇപ്പൊ നമ്മുടെ മുൻപിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ശരിയായി ജനങ്ങളുടെ മുൻപിൽ വെളിച്ചത്തിൽ നിർത്തിയിരിക്കുകയല്ലേ? മരണ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? പണ്ടെപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. കാരണം എന്താണ്? മരണവീടെന്ന് പറഞ്ഞാൽ മരിച്ചത് ആരുമാകട്ടെ, കുറച്ചു പേരുടെ പ്രിയപ്പെട്ട ഒരാളാണ്. ആ കുടുംബാംഗങ്ങളുടെ, അയൽവക്കക്കാരുടെ, പരിചയക്കാരുടെ ആ ദുഃഖസാന്ദ്രമായ ഒരിടത്ത് മോഷ്ടിക്കാൻ ചെല്ലാതിരിക്കുക എന്നത് മോഷ്ടാക്കളുടെ ഔചിത്യമാണ്.
അപ്പൊ നൂറുകണക്കിന് മനുഷ്യർ ദയനീയമായി മരണമടഞ്ഞൊരിടത്ത്, ഒരു മരണഗ്രാമത്തിൽ, ഇനി അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് ആരെങ്കിലും വരുമോ എന്നറിയില്ല, ഒരുപാട് പേർ മരിച്ച ഗ്രാമം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ആ ഗ്രാമത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിശേഷണം കൊടുത്തതല്ല. ഒരുപാട് പേർ ദുരന്തത്തിൽ മരിച്ച ആ ഗ്രാമത്തിൽ ഓടിയെത്തി ആ നിമിഷത്തിൽ പിരിവ് തുടങ്ങി ആ പണം മുഴുവൻ മോഷ്ടിച്ചതല്ലേ? മനസാക്ഷി എന്നൊന്നുണ്ടോ? മനുഷ്യൻ എന്ന പദത്തിന് ഇവർ അർഹരാണ്. എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് പറഞ്ഞില്ലേ? എവിടെയാ പണം? ആ സംയുക്ത അക്കൗണ്ടിലെ പണം എത്ര ഉണ്ട്? കണക്ക് വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം, വീട് പണി കഴിഞ്ഞതിന് ശേഷം. അവസാനം അതാണ് കേരളത്തിന്റെ വിജയം, കണക്ക് പറയിപ്പിച്ചു. വീട് പണി കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ കണക്ക് അതിന് മുൻപ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പറയിപ്പിച്ചു. സംഗതി കള്ളക്കണക്കാണെന്നുള്ളൂ, ഓരോരുത്തരും പറഞ്ഞത് ഓരോ കണക്ക്. അപ്പോ പണം മോഷ്ടിച്ചവർ മാത്രമല്ല, കള്ളക്കണക്ക് പറയുന്നവരുമാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞത്? പണം കഴിഞ്ഞു, തീർന്നു, ഇനി പണമില്ല, ഇനി വീണ്ടും പിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു. നടത്തിയ ഹൃദയശൂന്യമായ കൊള്ള, ഇനിയും കൊള്ള നടത്താനുള്ള തയ്യാറെടുപ്പ്, വൻ വഞ്ചന, ഇതെല്ലാം തുറന്നു കാണിക്കപ്പെട്ടു. ഇവരെങ്ങാനും അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് മലയാളി ഓർക്കേണ്ടത്. കേരളം അപഹരിക്കപ്പെടും. ഒരു സംസ്ഥാനം അപഹരിക്കപ്പെടുന്നതിനാണ് കോൺഗ്രസിന്റെ കയ്യിൽ എന്നെങ്കിലും അധികാരം കിട്ടിയാൽ ആ അധികാരം ഉൾപ്പെടുത്തുക.